ആരോഗ്യ മേഖലയിലെ ചികിത്സകളും സേവനങ്ങളും ജനസൗഹൃദമാകണമെന്നതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാടെന്ന് മന്ത്രി വീണ ജോർജ്. ഈ നാട്ടിലെ ഏതൊരാൾക്കും ഗുണനിലവാരമുള്ള ചികിത്സ ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ഒരു മിഷനായി പരിഗണിച്ചപ്പോൾ അതിന് ആർദ്രമെന്നാണ് നാം വിളിച്ചത്. ചികിത്സ തേടി എത്തുന്നവർക്ക് ആർദ്രത പകർന്നു കിട്ടണമെന്നും മന്ത്രി പറഞ്ഞു. അത്യാധുനിക സംവിധാനങ്ങളോടെ ചങ്ങനാശ്ശേരി വാഴപ്പള്ളി പഞ്ചായത്തിൽ പുനർനിർമ്മിച്ച കുടുംബ ആരോഗ്യ കേന്ദ്രത്തിനായുള്ള പുതിയ OP മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ ആരോഗ്യ മേഖലയിലെ സേവനങ്ങൾ, ചികിത്സ ജനസൗഹൃദമാകണം എന്ന കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് ചികിത്സയ്ക്കായി നമ്മൾ ചെലവഴിക്കുന്ന തുക അതിൽ ഗണ്യമായ കുറവുണ്ടാകണം എന്ന കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് ഗുണനിലവാരമുള്ള ചികിത്സ ഈ നാട്ടിലെ ഏതൊരാൾക്കും ലഭ്യമാകണം, അത് ഓരോ വ്യക്തിയുടെയും അവകാശമാണ് എന്നുള്ള കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു മിഷൻ തന്നെ, ഒരു യജ്ഞം അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തനം ആരംഭിച്ചത്. ആർദ്ര മിഷൻ എന്നാണ് അതിന്റെ പേര്. ആർദ്രം എന്ന പേര് അതിന്റെ അർത്ഥം പോലെ തന്നെ നമ്മൾ രോഗവുമായിട്ട് വരുമ്പോൾ നമുക്കൊരു ആശങ്കയുണ്ടോ? ഒന്ന് ശരീരത്തിന്റെ വേദന ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് രോഗമുണ്ടാക്കുന്ന ഒരു അസ്വസ്ഥത നമ്മളിലുണ്ടാകും. സ്വാഭാവികമായിട്ടും മനസ്സിനും പ്രയാസം ഉണ്ടാകും. പിന്നെ ആശങ്കയാണ്, എനിക്ക് എന്ത് അസുഖമാണ്, എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് വരെ. സാധാരണ പനിയൊക്കെ ആണെങ്കിൽ പോലും ഇപ്പൊ ആശങ്ക ഏതുതരം പനിയാണ്. അപ്പോ അങ്ങനെയുള്ള ആശങ്കയിലും വിഷമത്തിലും വരുന്ന ഈ പടി കടന്ന് ഗേറ്റ് കടന്ന് ഇവിടേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആർദ്രമായ അനുഭവം ഓരോ ആരോഗ്യ കേന്ദ്രത്തിലും ആശുപത്രിയിലും ഉണ്ടാകണമെന്നുള്ളതാണ്. ഇവിടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ആശുപത്രിയെ നാഷണൽ ഹെൽത്ത് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയതിന്റെ പ്രഖ്യാപനവും മന്ത്രി നടത്തി. ഉദ്ഘാടന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA അധ്യക്ഷനായിരുന്നു. കോട്ടയം DMO ഡോക്ടർ N പ്രിയ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N രാജു, വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിജയകുമാർ, ആരോഗ്യ കേരളം DPM ഡോക്ടർ വ്യാസ് സുകുമാരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കുര്യൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഷിൻ തലക്കുളം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വർഗീസ് ആന്റണി, മാത്തുക്കുട്ടി പ്ലാഥാനം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. യുവതലമുറയെ ഉന്നതമായ ചിന്തകൾക്ക് ഉടമകളാക്കുന്ന വിദ്യാഭ്യാസം ആധുനിക കാലഘട്ടത്തിൽ അനിവാര്യമാണെന്ന് ഡോക്ടർ ശശി തരൂർ MP. ഹൈടെക് യുഗത്തിൽ ഇന്ത്യ ഉന്നത നിലവാരത്തിലെത്താൻ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടിസ്ഥാനശിലയായി പ്രവർത്തിച്ചെന്നും ശശി തരൂർ. ചങ്ങനാശ്ശേരി അസംഷൻ ഓട്ടോണമസ് കോളേജിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശശി തരൂർ. We are here to celebrate 75 years. I think it's worth mentioning that the recognition of your top-class facilities and outstanding academic rigor is widespread. Assumption College has received a number of accolades. Among these, the R. Shankar Award, the Sister Teresa Award, the MG University Award, the Bharatiya Shiksha Ratan Award, the Gyan Bharati Shiksha Award, and for exceptionally pursuing women empowerment through education and entrepreneurship, the Educational Excellence Award. സ്ത്രീ ശാക്തീകരണ മൂല്യാധിഷ്ഠിത വിജ്ഞാന രംഗങ്ങളിൽ കഴിഞ്ഞ 74 വർഷക്കാലമായി അസംഷൻ കോളേജ് നിർവഹിച്ചു വരുന്ന ചരിത്രപരമായ വിദ്യാഭ്യാസ സേവനം അതുല്യമാണെന്നും ഡോക്ടർ ശശി തരൂർ അഭിപ്രായപ്പെട്ടു. കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം അനുഗ്രഹ പ്രഭാഷണം നടത്തി. സമ്മേളനത്തിൽ നിയുക്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ അധ്യക്ഷനായിരുന്നു. MG സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദകുമാർ, കോളേജ് മാനേജർ മോൺസിംഗൂർ ജെയിംസ് പാലയ്ക്കൽ, അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ, കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പ്രകാശ് R, അസംഷൻ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ തോമസ് ജോസഫ് പാറത്തറ, SB കോളേജ് പ്രിൻസിപ്പൽ ഫാദർ റെജി P കുര്യൻ, അസംഷൻ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ അമല SH, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ റാണി മരിയ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല കേരള സ്കൂൾ ശാസ്ത്രോത്സവം ആലപ്പുഴയിൽ. ശാസ്ത്രോത്സവം നവംബർ 15 മുതൽ 19 വരെ. സമ്പന്നമായ ശാസ്ത്രധാരകളുള്ള കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ശാസ്ത്രോത്സവം സംഘടിപ്പിക്കുന്നത്.
ഇതിന്റെ സംഘാടക സമിതി യോഗത്തിന്റെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര രംഗങ്ങളിൽ തങ്ങളുടെ കഴിവുകളും സൃഷ്ടിപരതയും തെളിയിക്കാനുള്ള ശക്തമായ വേദിയാണ് ശാസ്ത്രോത്സവം വഴി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും മികച്ച വേദികളും നൽകുമ്പോൾ അവരുടെ കഴിവുകൾക്ക് രാജ്യാന്തര തലത്തിലും പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. ശാസ്ത്ര രംഗങ്ങളിൽ മികച്ച കഴിവുകൾ ഉണ്ടെന്ന് തെളിയിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ ഭാവിയുടെ ശാസ്ത്രജ്ഞന്മാരും ഗവേഷകരുമാണെന്ന് മന്ത്രി പറഞ്ഞു. ശാസ്ത്രം, ഗണിതശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, പ്രവൃത്തി പരിചയം, IT, വൊക്കേഷണൽ എക്സ്പോ ആൻഡ് കരിയർ ഫെസ്റ്റ് എന്നിങ്ങനെ 7 വിഭാഗത്തിൽപ്പെട്ട മേളകളാണ് നടക്കുന്നത്. 10,000-ൽ പരം കുട്ടികൾ പങ്കെടുക്കുന്ന ഈ ശാസ്ത്രോത്സവം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശാസ്ത്രമേള എന്നതിൽ നമ്മുടെ അഭിമാനവും പ്രതീക്ഷയും കൂടിയാണെന്ന് മന്ത്രി പറഞ്ഞു. ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ MLA-മാരായ PP ചിത്തരഞ്ജൻ, H സലാം, ദിലീമ ജോജോ, U പ്രതിഭ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ KK ജയമ്മ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, വിദ്യാഭ്യാസ മന്ത്രി, ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാർ, MLA-മാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരുടെ വിപുലമായ സ്വാഗത സംഘമാണ് രൂപവത്കരിച്ചത്. ആലപ്പുഴ മഹിളാ സഹകരണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 13ാമത് വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടത്തി. YMCA ഹാളിൽ ചേർന്ന പൊതുസമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. പതിമൂന്നാമത് വാർഷിക സമ്മേളനമാണ്. അതിനോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികളൊക്കെ ആയിട്ടാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിന്. കാരണം കഴിഞ്ഞ 10-13 വർഷക്കാലമായി ആലപ്പുഴയുടെ പൊതു സാംസ്കാരിക മണ്ഡലത്തിൽ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു കൂട്ടായ്മയായിട്ട് വളർന്നു വന്ന ഒരു വനിതാ കൂട്ടായ്മയാണ് മഹിളാ സഹകരണ ചാരിറ്റബിൾ സൊസൈറ്റി. നമ്മുടെ നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എവിടെയായാലും അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. അങ്ങനെ ഒരുപാട് നല്ല ഇടപെടലുകൾ ഈ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല പ്രസ്ഥാനമാണ്. അതുകൊണ്ട് സമൂഹത്തിൽ എങ്ങനെ നല്ല രീതിയിൽ ഇടപെടാൻ പറ്റും, ആളുകൾക്ക് സഹായം എത്തിക്കാൻ പറ്റും, ആളുകളിലേക്ക് എങ്ങനെ എത്തിച്ചേരാൻ പറ്റുമെന്നൊക്കെ അറിയുന്നവരും പരിണിതപ്രചുരമായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതിലൂടെ നേതൃത്വത്തിൽ ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ, ഇപ്പോൾ കോവിഡിൻ്റെ കാലഘട്ടത്തിലായാലും അതിന് ശേഷമായാലും ജീവകാരുണ്യത്തിലും അതുപോലെ മനുഷ്യസ്നേഹപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, പ്രോത്സാഹനജനകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. ആദരിക്കൽ ചടങ്ങുകൾ, മെഡിക്കൽ ഉപകരണ വിതരണം, ചികിത്സാ സഹായം, കിറ്റ് വിതരണം, കലാപരിപാടികൾ, പുസ്തക പ്രകാശനം, അവാർഡ് ദാനം തുടങ്ങി വിവിധ പരിപാടികളാണ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയത്. യോഗത്തിൽ സംഘടനാ പ്രസിഡന്റ് സുവർണകുമാരി അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി ക്ലാരമ്മ പീറ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. MK മോഹനന്റെ ആദ്യ നോവൽ കോടമഞ്ഞും കുളിർകാറ്റും എന്നതിന്റെ പോസ്റ്റർ പ്രകാശനം MP നിർവഹിച്ചു. സുവർണകുമാരിയുടെ കവിതാ സമാഹാരം പ്രണയശില്പത്തിന്റെ പ്രകാശനം H സലാം MLA ചടങ്ങിൽ നിർവഹിച്ചു. മുൻ മുനിസിപ്പൽ ചെയർമാൻ തോമസ് ജോസഫ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് റിഗോ രാജു, കൗൺസിലർമാരായ ഷാനവാസ്, KS ജയൻ, തിരക്കഥാകൃത്ത് ബാബു താണിക്കൂടം തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് കുട്ടനാട് നോർത്ത് ബ്ലോക്ക് ജനറൽ ബോഡി യോഗം കൈനടിയിൽ ചേർന്നു. DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് പിണറായി വിജയൻ ഒരു പാവയായി, അത് ADGP അജിത് കുമാറും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും P ശശിയും പറയുമ്പോൾ ആടുകാനും ചാടാൻ പറയുമ്പോൾ ചാടാനും നിൽക്കുന്ന ഒരു പാവ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധപ്പതിച്ചിരിക്കുക. മകൾക്ക് വേണ്ടി, മകളുടെ കമ്പനിക്ക് വേണ്ടി കേരളത്തെ കൊള്ളയടിച്ച പിണറായി വിജയൻ. വലിയ ആരോപണങ്ങൾ നമ്മുടെ CPM-ന്റെ സഖാക്കന്മാരോട് സംസാരിക്കുമ്പോൾ അറിയാം, ഇത്രയധികം വെറുത്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഇല്ലാത്ത ഒരവസ്ഥ. ഭരണത്തിന്റെ തണല് പറ്റി നിൽക്കുന്ന MLA PV അൻവർ ശക്തമായ ആരോപണം ഉന്നയിച്ചിട്ട് ഒരു നടപടി സ്വീകരിക്കുവാൻ തയ്യാറാകുന്നില്ല. ശക്തമായ ജനരോക്ഷം ആളിക്കത്തുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ മേഖലയിലും പരാജയം. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, കാരണം ദീർഘമായി നമ്മുടെ യോഗം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രമസമാധാന രംഗം തകർന്നിരിക്കുന്നു, ആരോഗ്യ രംഗം തകർന്നിരിക്കുന്നു, മുഴുവൻ സമസ്ത മേഖലയിൽ അഴിമതി നടന്നിരിക്കുന്നു, ഉദ്യോഗസ്ഥന്മാർ യാതൊരു ജോലിയും ചെയ്യാത്ത ഒരു കാലഘട്ടം. സമ്മേളനത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് CV രാജീവ് അധ്യക്ഷനായിരുന്നു.
DCC ജനറൽ സെക്രട്ടറിമാരായ കെ ഗോപകുമാർ, പി.ടി. സ്കറിയ, പ്രമോദ് ചന്ദ്രൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് മാത്യു, UDF ചെയർമാൻ ജോസഫ് ചേക്കോടൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സിബി മൂലകുന്നം, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോഫിൻ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളം കയറുന്ന പ്രദേശങ്ങളിൽ റോഡ് ഉയർത്തിപ്പണിത് BMBC നിലവാരത്തിൽ ടാറിംഗ് നടത്തുവാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി കേരള കോൺഗ്രസ് വെളിയനാട് മണ്ഡലം കമ്മിറ്റി. ഈ ആവശ്യമുന്നയിച്ച് പാർട്ടി പ്രവർത്തകർ സ്വതന്ത്ര ജംഗ്ഷനിൽ പ്രതിഷേധ ധർണ നടത്തി. കിടങ്ങറ കണ്ണാടി റോഡ് വെളിയനാട് സ്വതന്ത്ര ജംഗ്ഷൻ മുതൽ കണ്ണാടി വരെയും കിടങ്ങറ കാവാലം റോഡ് സ്വതന്ത്ര ജംഗ്ഷൻ മുതൽ വടക്കൻ വെളിയനാട് വരെയും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ചെറിയ ഒരു വെള്ളപ്പൊക്കത്തിൽ പോലും ഈ റോഡുകളുടെ പല ഭാഗങ്ങളിലും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെടാറുണ്ട്. പാടശേഖരങ്ങളുടെ നടുവിലൂടെ പോകുന്ന ഈ സ്ഥലങ്ങളിൽ ഇരുവശവും കല്ല് കെട്ടുകയും വെള്ളം കയറുന്ന പ്രദേശങ്ങൾ ഉയർത്തിപ്പണിത് BMBC നിലവാരത്തിൽ ടാറിംഗ് നടത്തുവാനുള്ള നടപടികൾ അധികൃതർ അടിയന്തരമായി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് കേരള കോൺഗ്രസ് വെളിയനാട് മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധ ധർണ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ആദ്യത്തെ തന്നെ നമ്മുടെ എല്ലാവരും ഇവിടുത്തെ സാധാരണ ഇടത്തരക്കാരനെ ബാധിക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരം അടുത്ത ആഴ്ച തന്നെ നമുക്ക് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് തീരുമാനിക്കണം. ഒരു 10-40 പേരെയെങ്കിലും പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് വിപുലമായ ഒരു യോഗം നമുക്ക് അവിടെ വിളിച്ചു കൂട്ടണം. അതോടൊപ്പം തന്നെ നമുക്ക് കുന്നംകേരി കൊമരങ്കേരി മേഖലകളിലേക്ക് അവിടോട്ട് പോയി നമുക്ക് വാർഡ് കമ്മിറ്റി വിളിച്ചു കൂട്ടിക്കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇതുകൊണ്ടുണ്ടാകണം. നമുക്ക് ഈ വരുന്ന ഒരു 5-6 മാസം കൊണ്ട് നമുക്ക് അടുത്ത വർഷം ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കിടക്കും. നമ്മുടെ പാർട്ടിയെ ശക്തമാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യോഗം ഒരിക്കൽ കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. ധർണാ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് സനൽ മൂലയിൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സാബു തോട്ടുങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം അനു എബ്രഹാം, നേതാക്കളായ ചാക്കോ മാത്യു മൈലന്തറ, ജോർജ് ചന്ദ്രത്തുവാക്കേൽ, സണ്ണി കൽക്കിശ്ശേരി, ബേബിച്ചൻ പുത്തന്തറ തുടങ്ങിയവർ സംസാരിച്ചു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആരവവുമായി പുന്നമട ആവേശത്തിലേക്ക്. പവലിയനുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. പവലിയൻ നിർമ്മാണത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് NDBR സൊസൈറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ജില്ലാ പോലീസ് മേധാവി MB മോഹനചന്ദ്രൻ എന്നിവർ പവലിയനും ഫിനിഷിംഗ് പോയിന്റും സന്ദർശിച്ചു. നെഹ്റു പവലിയനിലെ പന്തൽ നിർമ്മാണം 25-ന് പൂർത്തിയാകുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. നെഹ്റു പവലിയന് മുകളിലുള്ള ഷീറ്റ് മാറ്റുന്ന ജോലികൾ പൂർത്തിയായി. പവലിയനിൽ 10ഓളം ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കും. മാധ്യമപ്രവർത്തകർക്കും വിവിധ നിരക്കിലെ ടിക്കറ്റുകാർക്കുമുള്ള ഇരിപ്പിട സൗകര്യങ്ങൾ കളക്ടർ വിലയിരുത്തി. ഇറിഗേഷൻ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MC സജീവ് കുമാർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ്, പ്രസ് ക്ലബ് ഭാരവാഹികൾ, മാധ്യമപ്രവർത്തകർ എന്നിവരും കളക്ടർക്കൊപ്പമുണ്ടായിരുന്നു. 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ അംഗം വെട്ടുന്നത് 19 ചുണ്ടൻ വള്ളങ്ങൾ. ആകെ 74 കളിവള്ളങ്ങൾ സെപ്റ്റംബർ 28-ന് പുന്നമടക്കായലിൽ മാറ്റുരയ്ക്കും. സെപ്റ്റംബർ 28-ന് പുന്നമടക്കായലിൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന് 19 ചുണ്ടൻ വള്ളങ്ങളടക്കം 74 കളിവള്ളങ്ങൾ മാറ്റുരയ്ക്കും. ഹീറ്റ്സിൽ മികച്ച സമയം കുറിക്കുന്ന 4 വള്ളങ്ങളാണ് ഫൈനലിൽ മാറ്റുരയ്ക്കുക. ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സുകളും ട്രാക്കുകളും ഇങ്ങനെ: 1 മുതൽ 4 വരെ ട്രാക്കുകളിൽ 1ാം ഹീറ്റ്സിൽ പായിപ്പാടൻ നമ്പർ 2-ഉം ആലപ്പാടനും ആയാപറമ്പ് പാണ്ടിയും ആനാരി ചുണ്ടനും ഏറ്റുമുട്ടും. 2ാം നമ്പർ ഹീറ്റ്സിൽ ശ്രീവിനായകനും ചമ്പക്കുളവും സെന്റ് ജോർജും ജവഹർ തായങ്കരിയുമാണ് മാറ്റുരയ്ക്കുന്നത്. ചെറുതനച്ചുണ്ടൻ, തലവടിച്ചുണ്ടൻ, സെയിന്റ് പയസ് തന്ത്, പായിപ്പാടൻ എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് 3ാം ഹീറ്റ്സിൽ ഏറ്റുമുട്ടുന്നത്. നിരണം ചുണ്ടനും വിയ്യപുരം ചുണ്ടനും നടുഭാഗവും കരുവാറ്റയും 4ാം ഹീറ്റ്സിൽ അണിനിരക്കും. വലിയ ദിവാഞ്ചി, മേൽപ്പാടം, കാരിച്ചാൽ എന്നിങ്ങനെ 3 ചുണ്ടൻ വള്ളങ്ങളാണ് 5ാം ഹീറ്റ്സിൽ മാറ്റുരയ്ക്കുന്നത്. അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞ ഒരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് ആലപ്പുഴ DCC ജനറൽ സെക്രട്ടറി K ഗോപകുമാർ. ഇത്ര ദുസ്സഹമായ ഭരണം സംസ്ഥാനത്ത് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിത്യോപയോഗ സാധനങ്ങളുടെ വില, വൈദ്യുതി ചാർജ് വർധന തുടങ്ങി ഒട്ടേറെ പ്രശ്നങ്ങളാണ് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നത്. ഇതിനൊന്നും പരിഹാരം കാണാൻ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ലെന്ന് K ഗോപകുമാർ കുറ്റപ്പെടുത്തി. രാമങ്കരിയിൽ KCB ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദുസ്സഹമായ ഒരു ഭരണമാണ് ഇന്ന് പിണറായി വിജയൻ സർക്കാരിൻ്റേത്. ഇത്ര കിരാതമായ ഒരു ഭരണം അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ല.
ഒട്ടേറെ സംസ്ഥാന തലത്തിൽ തന്നെയുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിന് ശേഷമാണ് ADGPയുമായി ADGP RSS നേതാവിനെ കണ്ടു എന്നുള്ള വലിയ ഗുരുതരമായ ആരോപണമുണ്ടായത്. അത് സംബന്ധിച്ചുള്ള വിവാദം, അത് കഴിഞ്ഞ് പൂരം കലക്കൽ, അൻവറിൻ്റെ പ്രസ്താവന, അങ്ങനെ ഒരു പരിധി വരെ പറഞ്ഞാൽ സർക്കാർ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണിതൊക്കെ. സർക്കാർ തന്നെയാണ് പുതിയ ഓരോ വിവാദങ്ങളും രംഗത്ത് കൊണ്ടുവരുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിനൊക്കെ ഇടയിൽ ജനജീവിതം പൂർണ്ണമായി ദുസ്സഹമായി മാറിയിരിക്കുകയാണ്. വൈദ്യുതി ചാർജ് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. വാട്ടർ ചാർജ് വർദ്ധിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലയാണെങ്കിൽ വാണം പോലെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. ദുസ്സഹമായ ജനജീവിതമാണ് ഇന്ന് നടക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇതൊക്കെ മുങ്ങിപ്പോകുന്ന വിധത്തിലാണ് സർക്കാർ തന്നെ അനുദിനം പുതിയ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും വിവാദങ്ങളുടെ പിന്നാലെയാണെന്നും ഗോപകുമാർ ചൂണ്ടിക്കാട്ടി. വാസ്തവത്തിൽ കേരള സമൂഹത്തെ വിവാദങ്ങളുടെ നടുവിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് സർക്കാർ തന്നെയാണെന്നും ഗോപകുമാർ വിമർശനം ഉന്നയിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, പൂരം കലക്കൽ, അൻവർ പ്രശ്നം, ADGPയും RSS നേതാവുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നം തുടങ്ങി സമൂഹ മനസാക്ഷിയെ ഉലയ്ക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ടത് സർക്കാരാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത്തരം വിവാദങ്ങൾ കൂടാതെ സാധാരണക്കാരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളും പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കൂടി വരികയാണെന്നും ഗോപകുമാർ വ്യക്തമാക്കി. മാന്നാർ പരുമലയുടെ കായിക പെരുമ തിരിച്ചുപിടിക്കാൻ ഒരുപറ്റം യുവാക്കൾ ഒത്തുചേരുന്നു. മികച്ച ഫുട്ബോൾ, ക്രിക്കറ്റ് ടീമുകളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൂട്ടായ്മയുടെ പ്രവർത്തനം. ഒരു കാലത്ത് പരുമലയിൽ നിരവധി ഫുട്ബോൾ, ക്രിക്കറ്റ് ടീമുകൾ ഉണ്ടായിരുന്നു. ഈ ടീമുകളുടെ നേതൃത്വത്തിൽ പ്രശസ്തമായ ടൂർണമെന്റുകളും നടത്തിയിരുന്നു. എന്നാൽ വിവിധ ടീമുകൾ കളിച്ചിരുന്ന ഗ്രൗണ്ടുകളിൽ കോൺക്രീറ്റ് സൗധങ്ങൾ ഉയർന്നതോടെ കളിസ്ഥലങ്ങൾ ഒന്നൊന്നായി ഇല്ലാതെയായി. ഇതേ തുടർന്ന് യുവാക്കളുടെ ഒത്തുചേരലും കളികളും നിലച്ചു. ഇപ്പോൾ പരുമലയിലെയും സമീപ പ്രദേശങ്ങളിലെയും 30ഓളം യുവാക്കൾ ഒത്തുചേർന്ന് നഷ്ടപ്രതാപം വീണ്ടെടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. പരുമല പമ്പ കോളേജ് ഗ്രൗണ്ടിൽ കഴിഞ്ഞ 6 മാസമായി ഇവർ പരിശീലനത്തിലാണ്. തുടക്കത്തിൽ ക്രിക്കറ്റ് പരിശീലനം നടത്തി വിവിധ ടൂർണമെന്റുകളിലും കേരളോത്സവത്തിലും മറ്റും പങ്കെടുക്കുവാൻ തക്ക രീതിയിൽ ടീമുകളെ തയ്യാറെടുക്കുകയാണ് ലക്ഷ്യം. ആദ്യ ലക്ഷ്യം വിജയം കണ്ടു കഴിഞ്ഞു. ഇനി കൂടുതൽ പേരെ പരിശീലിപ്പിക്കുവാനാണ് ഈ യുവാക്കളുടെ തീരുമാനം. DC പരുമല എന്ന പേരിട്ടിരിക്കുന്ന ഈ യുവ കൂട്ടായ്മയുടെ ആദ്യ ക്രിക്കറ്റ് ടീം തയ്യാറായി കഴിഞ്ഞു. പരുമല പമ്പ കോളേജിൽ നടന്ന ചടങ്ങിൽ ഇവരുടെ ജേഴ്സി പുറത്തിറക്കി. ഇതിന്റെ ഉദ്ഘാടനം പമ്പ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീകല നിർവഹിച്ചു. ചടങ്ങിൽ ഷബീർ അലി അധ്യക്ഷനായിരുന്നു. കോലാഹലങ്ങളിലേക്ക് നിങ്ങളുടെ ഈ വൈകുന്നേരങ്ങളിലുള്ള യാത്രകൾ പോകരുതെന്നുള്ള അഭ്യർത്ഥന കൂടിയുണ്ട്. ഹെൽത്തി റിലേഷൻഷിപ്പ് പമ്പ കോളേജുമായിട്ട് നിലനിർത്തണം എന്നൊരു അഭ്യർത്ഥനയോടുകൂടി ഇത് വളരെ വിജയപൂർണ്ണമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഡോക്ടർ അഭിലാഷ്, സന്തോഷ് കവിയൂർ, ഡൊമിനിക് ജോസഫ്, പ്രബീഷ്, സോണി VS, ബാലു, ബിജിൽ വർഗീസ്, ഗോകുൽ, അശ്വിൻ എന്നിവർ നേതൃത്വം നൽകി. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പഴയ പലരും പമ്പ കോളേജിൽ തന്നെ പഠിച്ചിറങ്ങിയ പലരും എന്നും വൈകിട്ട് കളിക്കാൻ വന്നിങ്ങനെ കഴിഞ്ഞ 1.5 വർഷമായിട്ട് കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ അതിന്റെ ഒരു പൂർത്തീകരണം പോലെ ഇവിടെ ഒരു ക്രിക്കറ്റ് ടീമായിട്ട് ഇത് വരുന്നു. അപ്പോൾ ഇതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവിധ വിജയാശംസകളും ഇടയ്ക്ക് വെച്ച് നിന്നു പോകാതെ കൃത്യമായി നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രം ഒരു അഭ്യർത്ഥനയും ഈ അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6965 രൂപ, പവന് 55,720 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.